ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈം ട്രാവലിനെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് ടൈം ട്രാവൽ? എന്താണ് ഒരു കൂട്ടര് ടൈമിനെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നും മറു കൂട്ടര് ടൈമിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ലെന്നും പറയുന്നത്. അത് മാത്രമല്ല, വാട്ട് ഈസ് ദിസ് ടൈം ഡൈലേഷൻ? എന്താണ് ടൈം ഡൈലേഷൻ? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ് എവരിവൺ, യോവൽസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ നമുക്ക് ടൈം ട്രാവൽ എന്താണെന്ന് നോക്കാം. അപ്പൊ പേര് പോലെ തന്നെ ടൈമിൽ ട്രാവൽ ചെയ്യുന്നതാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ സ്പേസിൽ ട്രാവൽ ചെയ്യുന്നില്ല. സ്പേസ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷമല്ല, നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലം, ഫോർ എക്സാമ്പിൾ ദുബായ് ടു കേരള, അത് നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ത്രൂ പ്ലെയിൻ, ത്രൂ ഷിപ്പ്, പണ്ടുള്ള ഒരു ഷിപ്പ്. അതുപോലെ ഓക്കെ, ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 26, 2024, അതിൽ നിന്ന് യു ആർ ട്രാവലിംഗ് ടു സെപ്റ്റംബർ 26, 2014. ഓക്കെ, അതിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ടൈം ട്രാവൽ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന കാര്യമാണ് ടൈം ട്രാവൽ. ഇനി ഇത് സാധ്യമാണോ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ റിസർച്ച് ആണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്? ആൻഡ് ഈ സയന്റിസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് എ വേ ടു ടൈം ട്രാവൽ? അതിലൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ യെസ്, ബിക്കോസ് ടൈം ട്രാവൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ടൈം ട്രാവലിനെ സംബന്ധിച്ച ഒരു കാര്യം പറയാം, വോംഹോൾസ്. വോംഹോൾസ് നമ്മൾ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇക്വേഷനിൽ വോംഹോൾസ് എക്സിസ്റ്റൻസ് ആണ്. സ്പേസിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് സണ്ണിൽ വരെയുള്ള ദൂരം 8 ലൈറ്റ് മിനിറ്റ്സ് ആണ്. 8 ലൈറ്റ് മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ സൂര്യന്റെ പ്രകാശം 8 മിനിറ്റ് എടുക്കും നമ്മുടെ ഭൂമിയിലെത്താൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൂര്യൻ നശിക്കുകയാണ്, അത് 8 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ അത്ര ദൂരമുണ്ട്. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ 8 മിനിറ്റ് വേണം. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് തന്നെ 30 കോടി, അതായത് 3 × 10⁸, അതായത് 3 8 0 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ലൈറ്റിന് 8 മിനിറ്റ് എടുക്കും സൂര്യനിൽ നിന്നും എർത്തിലെത്താൻ. അപ്പൊ അത്ര സ്പീഡിൽ പോയിട്ടും അത്ര സമയം എടുക്കും, കാരണം അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ എർത്തിൽ നിന്ന് ഒരു ജുപ്പിറ്ററിലോട്ട് പോകണം, വേണ്ട, പ്ലൂട്ടോയിലോട്ട് പോകണം, ഒരു സാറ്റലൈറ്റ് വിട്ടു, അത് 10-12 വർഷം എടുത്തു എന്ന് വേണം നമുക്ക് പറയാം. സോ അത്ര ടൈം എടുക്കും ഈവൻ നമ്മളെ സോളാർ സിസ്റ്റം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഇഫ് വി വാണ്ട് ടു എക്സ്പ്ലോർ എ വേൾഡ് ഔട്ട്സൈഡ് അവർ സോളാർ സിസ്റ്റം, വിച്ച് ഇസ് കോൾഡ് എക്സോ പ്ലാനറ്റ്സ്. ഒരു എക്സോ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സോളാർ സിസ്റ്റമിന് വെളിയിലുള്ള പ്ലാനറ്റിനെ പറയുന്ന പേരാണ് എക്സോ പ്ലാനറ്റ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനറ്റിന് വേണ്ടി നമ്മൾ തേടുകയാണ്. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ്? അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് അങ്ങനെ ഒരു ഡിസ്റ്റന്റ് പ്ലാനറ്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനൊരു 40 ലൈറ്റ് ഇയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം ലൈറ്റിന് 40 വർഷം എടുക്കും ഇവിടെ വരാൻ, എർത്തിലോട്ട് എത്താൻ. അപ്പോൾ നമ്മളൊരു ശരാശരി ഒരു റോക്കറ്റ് ഷിപ്പിന് എത്ര വർഷങ്ങൾ എടുക്കും അവിടെ വരെ എത്താൻ? സോ അത്ര വലിയ ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ടൈം ഗ്യാപ്പ് മാറ്റാൻ വി ക്യാൻ ഡു ടൈം ട്രാവൽ ഫൺ തിങ്, അല്ലെങ്കിൽ വോംഹോൾസ്. അതിനുള്ള ആൻസറാണ് വോംഹോൾസ്. അപ്പൊ വോംഹോൾസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക് ടെലിപ്പോർട്ടേഷൻ അല്ലേ നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ചിലെ യെല്ലോ സർക്കിൾ, അതുപോലെ എൻട്രിങ് ഫ്രം വൺ പോയിന്റ് ഓഫ് സ്പേസ്, എക്സിറ്റിംഗ് അറ്റ് ദി അതർ പോയിന്റ് ഓഫ് സ്പേസ്. അതിനാണ് നമ്മൾ വോംഹോൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കണക്റ്റഡ് ത്രൂ എ ബ്രിഡ്ജ്. അപ്പൊ എന്താണ് വോംഹോൾസ്? വോംഹോൾസ് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട്, ചെറിയൊരു എക്സാമ്പിൾ. ഓക്കെ, സോ ഇതറിയാലോ, പേപ്പർ മാനേജ്. തിങ്ക് ദാറ്റ് യു ആർ ഹിയർ, ഓക്കെ, ആൻഡ് യു വാണ്ട് ടു ഗോ ഹിയർ. സോ ഇതാണ് വോംഹോൾസ്. ഇത് ഐൻസ്റ്റൈൻ്റെ തിയറി വെച്ചിട്ട് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഐൻസ്റ്റൈൻ പറഞ്ഞത് നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്പേസ് ടൈം ആണ്. സ്പേസ് ടൈം ഒരു സ്പേസിൽ, സ്പേസ് ടൈമിനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്പേസിനെ ലൈക്ക് ഇങ്ങനെ എന്താ പറയാ മടക്കിയിട്ട് ഒരു പോയിന്റിൽ നിന്ന് മറു പോയിന്റിൽ എത്തുന്ന പോലെയാണ് വോംഹോൾസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ടൈം ട്രാവൽ. കാരണം ഇതിനെ ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ടെക്നിക്കലി നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓർ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ടൈം ട്രാവൽ, ബിക്കോസ് നമ്മൾ ടൈമിനെ സ്കിപ്പാണ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മൾ ദുബായിൽ നിന്ന് കേരളയിലോട്ട് ഒരു 5 മണിക്കൂർ എടുക്കാന്ന് വിചാരിക്കാം ബൈ ഫ്ലൈറ്റ്. സോ വാട്ട് ഇഫ് യു ക്യാൻ ഗോ ബൈ 5 minutes? ദാറ്റ് ഈസ് ടെക്നിക്കലി ടൈം ട്രാവൽ. ബാക്കിയുള്ളവർ അവിടെ 5 മണിക്കൂറിന് എത്തുന്ന മുമ്പ് നിങ്ങൾ അവിടെ 5 മിനിറ്റ് എത്തി നിങ്ങൾ കാര്യം ചെയ്യും. ദാറ്റ് ഈസ് ടെക്നിക്കലി ടൈം ട്രാവൽ ബൈ സേവിങ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം വരും, അത് കുറച്ചും കൂടി സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് അതിനെ ടൈം ട്രാവൽ
ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? യെസ്, യു ക്യാൻ. കാരണം അതും നമ്മുടെ ടൈം ഡയലേഷനുമായിട്ട് നല്ല സാമ്യമല്ല, അതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. എത്രമാത്രം സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് പോവോ അത്രമാത്രം ടൈം അത് സേവ് ചെയ്യും. അത്രമാത്രം സ്ലോ ആയിട്ടാണ് അയാൾക്ക് ടൈം മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് മറു പോയിന്റ് ഓഫ് ടൈമിലോട്ട് പോവുക. ഇതിനാണ് നമ്മൾ സാധാരണ ടൈം ട്രാവൽ. നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. പിന്നെ ടൈം സ്റ്റോപ്പ് ചെയ്യുക. ടൈം സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മൂവി 24 ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനത്തെ പല മൂവീസും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ടൈം ട്രാവൽ. പക്ഷെ യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. യെസ്, ഇക്വേഷൻ വൈസ് നോക്കുവാണെങ്കിൽ യെസ് യു ക്യാൻ, if you find a way to escape the infinity mass paradox. അതായത് ലൈറ്റ് സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് പോവുകയാണെങ്കിൽ the mass of that object will go to infinity. അതായത് അത്ര വലിയ മാസ്സായി മാറും. മാത്തമെറ്റിക്കൽ ഫോൾട്ട് അല്ല, ബട്ട് ഫിസിക്കലി അത് ഇമ്പോസിബിൾ ആണ്. അതൊരിക്കലും അങ്ങനെ ആവാൻ പറ്റത്തില്ല. അതൊരു ഇക്വേഷൻ കാരണമാണ്. ടൈം ഡയലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ സ്പീഡ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏതൊരു ഒബ്ജക്റ്റും ലൈറ്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിന്റെ മാസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അല്ലെങ്കിൽ മാസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമെന്ന് ഉദ്ദേശിക്കുമ്പോൾ മാസ് അത്രമാത്രം വലുതാണ്. അപ്പൊ അങ്ങനെ ഫിസിക്കലി ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഇഫ് യു ഫൈൻഡ് എ വേ ടു ബൈപാസ് ദാറ്റ് തിങ്, യെസ് വി ക്യാൻ ടെക്നിക്കലി ട്രാവൽ ഇൻ ലൈറ്റ് സ്പീഡ് ആൻഡ് വി ക്യാൻ ടൈം ട്രാവൽ. പക്ഷെ അങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വി ക്യാൻ ഓൺലി ഗോ ടു ഫ്യൂച്ചർ, നോട്ട് പാസ്റ്റ്. പാസ്റ്റിലോട്ട് പോകാൻ ഇറ്റ് ഈസ് നോട്ട് മാത്തമെറ്റിക്കലി മാത്രമല്ല, മാത്തമെറ്റിക്കലി, തെർമോഡൈനാമിക്കലി ആൻഡ് ഫിസിക്കലി ഇമ്പോസിബിൾ ആണ്. തെർമോഡൈനാമിക്കലി എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ലോ ഇൻ തെർമോഡൈനാമിക്സ് കോൾഡ് എൻട്രോപ്പി ഓൾവേസ് ഇൻക്രീസസ്. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഡിസോർഡർ. യൂണിവേഴ്സിന്റെ ഡിസോർഡർ എപ്പോഴും ഇൻക്രീസസ് ആണ്. എക്സ്പാൻഷൻ നമ്മൾ കുറച്ചും കൂടെ പറയുന്നുണ്ട്. യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ കുറച്ചും കൂടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇമ്പോസിബിൾ ആണ്. വി കാൺ ഗോ ടു ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ടൈം. അപ്പം പാസ്റ്റിലോട്ട് പോകുന്നത് ഇസ് ഇമ്പോസിബിൾ. പാസ്റ്റ് ഇസ് പാസ്റ്റ്, മൂവ് ഓൺ. ബട്ട് യു ക്യാൻ ഗോ ടു ദ ഫ്യൂച്ചർ. ബട്ട് ഫ്യൂച്ചറിലോട്ട് പോയാലും there is no use if you don't live your present. Why is this going to emotional story? പക്ഷേ ഇത് നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, ടൈം ട്രാവൽ ഇസ് ഇമ്പോസിബിൾ, സോറി, ബട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലോട്ട് പോകാം ഇഫ് യു ഫൈൻഡ് എ വേ ടു ബൈപാസ് ദാറ്റ് ഇൻഫിനിറ്റി മാസ് പാരഡോക്സ്. എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാലോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാത്രമല്ല, ടൈം ട്രാവലിനെ പറ്റി വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്, we'll answer to you. Bye. Have a great day.